ജോസഫിനോട് പറയുന്നുണ്ടല്ലോ, മത്തായി ശ്ലീഹയുടെ സുവിശേഷം 1:23 പറയുന്നതാ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൂതൻ ജോസഫിനോട് പറയുക, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. എമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ഇതിൽ മറ്റൊരു പ്രശ്നമുണ്ട്, മനസ്സിലായോ? ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോ യോഹന്നാൻ 10:11 എടുക്കാമോ? യോഹന്നാൻ 10:11. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. മതി. ഈശോ ഇതിൽ തന്നെ എന്തായിട്ടാ പറയുന്നേ? ഞാൻ നല്ല ഇടയനാണ്. യോഹന്നാൻ 10:14 ഈശോ ഇതേ തന്നെ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്. മനസ്സിലായോ? അത് നിങ്ങൾ മറക്കരുത്. ഇടയനാണ്, ഇടയൻ, ആ വാക്ക് മറക്കരുത്. ഇനി വീണ്ടും നമ്മൾ വരുമ്പോൾ യോഹന്നാൻ 15:15 ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ആ സംഭവം എങ്ങനെയാണ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, ഞാൻ പറഞ്ഞുതരാം. യോഹന്നാൻ 15:15 ഇതേ ഈ പറഞ്ഞ ഈശോ യോഹന്നാൻ 15 ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു. എമ്മാവോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്, ഇല്ലേ? എമ്മാവോസിലേക്ക് പോകുന്ന ശിഷ്യന്മാര്, എമ്മാവോസിലേക്ക് അവർ പോകുമ്പോൾ ആരവരുടെ കൂടെ നടന്നു എന്നാ പറയുന്നേ? ഈശോ അവരുടെ കൂടെ നടന്നു. ഈ രണ്ട് സംഭവം നിങ്ങൾ മറക്കരുത്. ഒരു വശത്ത് എന്താ? ഇടയൻ, മറുവശത്ത് കൂടെ നടക്കുന്നു, ഇല്ലേ? എമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെ നടക്കുന്നു. ഇനി ഞാനിത് വായിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായി. കാരണം ഒരു വശത്ത് ഇടയൻ്റെ സ്വഭാവം എന്താ? ഇടയൻ എപ്രകാരമാണ് പെരുമാറുന്നത്? ഇടയൻ ആടുകളുടെ കൂടെ നടക്കുവോ മുമ്പേ നടക്കുവോ? കൂടെ നടക്കുവോ? മുമ്പേ നടക്കുന്നേ. ഇടയൻ മുമ്പേ. മനസ്സിലായോ? ഇടയൻ മുമ്പേയാ, പുറകെയാണ്. കമോൺ ആടുകൾ, അല്ലേ? ഇടയൻ വിളിക്കും, വാ, അല്ലേ? അപ്പൊ യേശു പറയാ, ഞാൻ ഇടയനാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് എനിക്ക് പോലും വലുതായിട്ട് മനസ്സിലായില്ല, എന്നാലും പറയുക, ശ്രദ്ധിക്കണേ. അതായത് ഈശോ പറയാ, ഞാൻ ഇടയനാണ്. അങ്ങനെയാണെങ്കിൽ ഈശോ എങ്ങനെ നടക്കേണ്ടതാ? മുമ്പേ നടക്കേണ്ടതാ, ഇല്ലേ? നമ്മളൊക്കെ പുറകെ നടക്കണം. എനിക്കിത് രണ്ടും സംഭവം വായിച്ചപ്പോഴും, ഈ വചനപ്രസംഗം ഒരുങ്ങുന്ന സമയത്ത് ഈ രണ്ട് സംഭവം വായിച്ചപ്പോഴും എനിക്ക് ഭയങ്കര സംശയം അടിച്ചു. അതായത് നമ്മൾ ഒറ്റ വാക്കി നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ, നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചിരിക്കടാ, ഇല്ലേ? പറയത്തില്ലേ? ഇതെനിക്ക് പറയാൻ തോന്നി കർത്താവിനോട്. കർത്താവ്, നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചിരിക്കേ, ഇല്ലേ? ഒരിടത്ത് കർത്താവ് പറയാം, ഞാൻ ഇടയനാ, അതായത് ഞാൻ മുമ്പേ നടക്കുന്നവനാ. തൊട്ടടുത്ത അധ്യായത്തിൽ നോക്കുമ്പോൾ മുമ്പേ നടക്കുന്നു പറഞ്ഞാൽ എന്താ കൂടെ നടക്കുന്നത്? അതെന്തെങ്കിലും മനസ്സിലായില്ല. എൻ്റെ പ്രിയ മക്കളെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു പള്ളിയിൽ ശുശ്രൂഷയും കഴിഞ്ഞ് ഞാൻ വരുന്ന വഴിയാണ്, ബൈക്ക് ഓടിച്ച് വരുവാ. ഏതാണ്ട് കൊളുത്തുപുഴ കഴിഞ്ഞ് തെമ്മല ആ ഒരു വനപാതയിലൂടെ ഞാൻ ഇങ്ങനെ രാത്രിയിൽ ഒരു 10 മണി കഴിഞ്ഞു, 10 മണി സമയത്താണ് കണ്ടായി. വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത, ഞാൻ പെട്ടെന്ന് ഇതിങ്ങനെ ഓർത്തുകൊണ്ട് വന്നു. ഓർത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നതാണ്, അതായത് ഈശോ ഞാൻ നല്ല ഇടയനാണ് എന്ന് പറയുന്നത് ആരോടാ? ജനത്തോടാ പറയുന്നേ. മനസ്സിലായോ? ഉണ്ട്, അതിനകത്തുണ്ട്. ഈശോ ജനത്തോട് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. അതായത് ജനമെന്ന് പറയുമ്പോൾ പലതരമുണ്ട്, ഇല്ലേ? യേശുവിനെ സ്നേഹിക്കുന്നവരുണ്ട്, യേശുവിനെ സ്നേഹിക്കാത്തവരുണ്ട്, ഇല്ലേ? ഇപ്പം നിങ്ങൾ ലോകത്തിന് പല, ഇല്ലേ? ക്രൈസ്തവരുണ്ട്, അക്രൈസ്തവരുണ്ട്, ഇനി ക്രിസ്ത്യാനികൾ തന്നെ പല വിഭാഗമുണ്ട്, ഇല്ലേ? ഇനി ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, എല്ലാവരും ഉണ്ട്, ഇല്ലേ? അപ്പൊ ഈശോ ജനത്തോട് പറയുകയാണ്, അതായത് പല രീതിയിൽ ജീവിക്കുന്ന ജനത്തോട് ഈശോ പറയുകയാണ്, എന്ത്? ഞാൻ ഇടയനാണ്. മനസ്സിലായോ? ഞാൻ ഇടയനാണ്. എന്നാൽ തൊട്ടടുത്ത അധ്യായത്തിൽ ഈശോ എന്ത് ചെയ്യുക? കൂടെ നടക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ചിന്തിക്കേ. ഇടയൻ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പേ നടക്കുക. ഞാൻ ഇടയനാന്ന് പറഞ്ഞാൽ ഈശോ മുമ്പേ നടക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ കർത്താവാണ് തൊട്ടടുത്ത അധ്യായത്തില് ഈശോ ശിഷ്യന്മാർ, യോഹന്നാൻ 15 ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. ഇനി അങ്ങനെ വിളിച്ച കർത്താവ് ലൂക്ക 24 വരുമ്പോൾ 24:13 കാണുകയാണ്, എമ്മാവോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് നടക്കുന്നു. ഇപ്പൊ മനസ്സിലായോ?
അപ്പോൾ ഈശോ ഞാൻ ഇടയനാണെന്ന് പറഞ്ഞ ആരോടാ? ജനത്തോടാ. ജനം എന്ന് പറയുമ്പോൾ പലതരമുണ്ട്. പല തരത്തിലെ മനുഷ്യരോടാണ്, പല സ്വഭാവക്കാരോടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ ഇടയനാണ്. പക്ഷെ ഈശോ ഞാൻ സ്നേഹിതനാണ്, ഞാൻ നിങ്ങളെ സ്നേഹിതനെന്ന് വിളിച്ചു എന്ന് പറഞ്ഞ ആരോടാ? അങ്ങനെയാണെങ്കിൽ ആരോടാ പറഞ്ഞേ? ശിഷ്യന്മാരോടാ. മനസ്സിലായോ? ജനം വേറെ, ശിഷ്യന്മാർ വേറെ. മനസ്സിലായോ? ജനം എപ്പോ വേണമെങ്കിലും പിരിഞ്ഞു പോവാം. അതാണല്ലോ യോഹന്നാൻ 6 യേശു വിശുദ്ധ കുർബാനെ പറ്റി ഇതല്ലേ യേശു തൻ്റെ ശരീരത്തെ രക്തത്തെയും പറ്റി വിശുദ്ധ കുർബാനെ പറ്റി ഈശോ ചങ്ക് പറിച്ച വേദനയിൽ പഠിപ്പിക്കുന്ന സമയത്താണ് ജനം പറയുന്നത്, കർത്താവേ ഇത് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ പ്രയാസമാണ് ഇല്ലേ, എന്നിട്ട് അവനെ വിട്ടുപോയെന്നാ പറഞ്ഞു. യോഹന്നാൻ 6 ഇല്ലേ? അനേകർ അവനെ വിട്ടുപോയി, പിന്നീട് അവർ ഒരിക്കലും യേശുവിനെ അനുഗമിച്ചില്ല. അപ്പോഴാണ് യേശു ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് 12 പേരിരിക്കുന്നത്. അതിൽ പത്രോസ് കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവേ ഞങ്ങൾ എവിടാ പോണ്ടേ? ഇല്ലേ? യേശു പത്രോസിനോട് ചോദിക്കുന്നില്ല, നീ വേണേ പൊയ്ക്കോ, അമാര് പോയത് കണ്ടില്ലേ, നീ വേണേ പൊയ്ക്കോ. ഉടനെ പത്രോസ് പറയുന്നത് എന്താ? അപ്പാ ഞങ്ങൾ എവിടാ പോണ്ടേ? ജീവന്റെ വചനം നിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ജനം ശിഷ്യന്മാര് രണ്ടും രണ്ട് തരക്കാരാ. ജനം എന്ന് പറയുമ്പോൾ അവർ എപ്പോൾ വേണമെങ്കിലും ഒരാവശ്യം വന്നു, ആവശ്യം കിട്ടി, അത് കഴിഞ്ഞാൽ പ്രാർത്ഥന തീരാം. ഒരാവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, നടന്നില്ല, പ്രാർത്ഥന നിർത്താം. മനസ്സിലായോ? ജനത്തിന്റെ ജീവിതത്തിൽ എപ്പോൾ എന്ത് സംഭവിക്കാം. വെള്ളത്തിൽ വരച്ച വര പോലെ അവരുടെ ആത്മീയത നഷ്ടപ്പെടാം. അങ്ങനെയുള്ള ജനത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയാ, ഞാൻ നിനക്കൊക്കെ ഇടയനാ, ഞാൻ അധികാരിയാ, അധികാരത്തെ പിടിച്ച ഇടയനാ ഞാൻ നിനക്കൊക്കെ. പക്ഷേ വെള്ളത്തിൽ വരച്ച വര പോലെയല്ല. പിന്നെയോ ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത വിശ്വാസത്തിന് വര വരച്ച ഒരു 12 പേരായ ശിഷ്യന്മാരോട് നോക്കി കർത്താവ് പറയാ, ഞാൻ നിങ്ങൾക്ക് ഇടയനല്ല, പിന്നെയോ ഞാൻ നിങ്ങൾക്ക് സ്നേഹിതനാ. ഹല്ലേലൂയ. ഇപ്പൊ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അതായത് കർത്താവ് സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് കർത്താവ് ഇടയനല്ല, പിന്നെയോ സ്നേഹിതനാ. മനസ്സിലായോ? ഞാൻ കർത്താവിനെ സ്നേഹിച്ചു എന്നല്ല, കർത്താവ് എന്നെ സ്നേഹിച്ചാൽ കർത്താവ് എനിക്ക് ആരാ? സ്നേഹിതനാ. ഇത് നിങ്ങൾ മറക്കരുത്. മനസ്സിലായോ? ഇത് നിങ്ങൾ മറക്കരുത്. നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഇല്ലേ? നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്, കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം.